മനു, ഗൗരി തൻ്റെ ഭാര്യയാണെന്ന് ഇത്രയും നാൾ പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവൾ മറ്റൊരാളെ കെട്ടിയത് അറിഞ്ഞില്ലായിരുന്നോ? കൂട്ടത്തിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നു. എൻ്റെയും ഗൗരിയുടെയും വിവാഹത്തിന് ശേഷം ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാതെ കൂടി ഡിവോഴ്സ് ആകേണ്ടി വന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കാത്തതുകൊണ്ട് ഗൗരി എൻ്റെ ഭാര്യയല്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഇപ്പം ഇവളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായല്ലോ. മറ്റൊരു പുളിങ്കൊമ്പ് കണ്ടപ്പോൾ അവിടേക്ക് ചാടി. കേട്ടുകൊണ്ട് നിന്ന സതീശൻ പറഞ്ഞു. ശരിയാ, മനസ്സിലാക്കാൻ ഞാനും വൈകി. മനു പറയുന്നത് കേട്ട് ഗൗരി ഞെട്ടിത്തരിച്ചു നിന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൻ്റെ വാക്കുകളെ വിശ്വസിക്കാനാകാതെ അവനെ നോക്കി. ദേവൻ അവളുടെ കൈകളിൽ വിരലുകൾ അമർത്തി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഗൗരിയെ വിവാഹം കഴിഞ്ഞ് കണ്ടപ്പോൾ ഇവൾ എന്നെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിച്ചെന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. ഇവളുടെ അച്ഛൻ നിർബന്ധിച്ച് മറ്റൊരു വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം മഹാദേവനോട് ഗൗരി തുറന്നു പറഞ്ഞപ്പോൾ മഹാദേവൻ ഗൗരിയെ കൊണ്ട് എന്നെ കാണാൻ വന്നതാ. ഗൗരി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് സംസാരിക്കാം. ഇല്ലെങ്കിൽ ഇത് കേടുവന്നു പോകും. കയ്യടികളോടെയും ആശംസകളോടെയും കേക്ക് കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഓരോ പീസ് മാഷും രാജേശ്വരിയും പരസ്പരം വായിൽ വെച്ച് കൊടുത്തു. മനു നിറഞ്ഞ സന്തോഷത്തോടെ ഒരു പീസ് എടുത്ത് അച്ഛന് കൊടുത്ത ശേഷം അതിൻ്റെ ബാക്കി ദേഷ്യത്തോടെ അമ്മയുടെ വായിൽ വെച്ച് കൊടുത്തു. അമ്മ, നമ്മുടെ ഗസ്റ്റല്ലേ മഹാദേവനും ഗൗരിയും. ഓരോ പീസ് അമ്മ തന്നെ അവർക്ക് എടുത്തു കൊടുക്ക്. മനു പറഞ്ഞപ്പോൾ ദേഷ്യം വന്നെങ്കിലും രാജേശ്വരി ഒരു പീസ് കേക്കെടുത്ത് ദേവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. എന്നെ വെല്ലുവിളിക്കാൻ നീ ആയോടാ? നിന്നെ ഞാൻ കാണിച്ചു തരാം, മനസ്സിൽ വിചാരിച്ച് വായിൽ വെച്ചു കൊടുത്തു. മറ്റൊരു പീസെടുത്ത് ഗൗരിയുടെ നേരെ നീട്ടി. എടി, നിന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലടി. ഇവനെ കൂട്ടി എന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുകയാണല്ലേ എന്ന് ചിന്തിച്ച് അവളുടെ വായിലും വെച്ചു കൊടുത്തു. അപ്പോൾ ഇവൻ ഇവളെ മനുവിന് തിരിച്ചു തരാൻ വന്നതാണോ? സതീശൻ ചോദിച്ചു. ഒരിക്കൽ ഞാനിവളെ താലി കെട്ടിയപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നതല്ലേ. വീണ്ടും ഇവളെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ എനിക്ക് എങ്ങനെ കഴിയും? നിനക്ക് ഇവളെ ഇപ്പോഴും ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് എനിക്ക് സമ്മതാ, രാജേശ്വരി പറഞ്ഞു. മനുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഗൗരിയും ദേവനും ഒരേപോലെ ഞെട്ടിപ്പോയി. വിശ്വസിക്കാനാകാതെ മനു രാജേശ്വരിയെ നോക്കി. അതെ മോനെ, ഇവള് നിന്റെ ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷം നീ എത്രത്തോളം വിഷമിച്ച ഇവിടെ ജീവിച്ചിരുന്നതെന്ന് എനിക്കറിയാം. നിനക്ക് ഇവളെ ഇപ്പോഴും ഇഷ്ടമാണെങ്കിൽ ഞാൻ നടത്തിത്തരാം നിങ്ങളുടെ വിവാഹം. ഇവൾക്ക് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും മഹാദേവൻ ഒരു വിഷയമല്ല. അമ്മയ്ക്ക് ഇവളെപ്പോലൊരു പെണ്ണിനെ മരുമകളായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ലേ? മാത്രല്ല ഇവളുടെ അമ്മാവൻ്റെ വീട്ടിൽ ജോലിക്കാരിയെ പോലെയല്ലേ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനിവളെ വിവാഹം കഴിച്ച ബന്ധുവീട്ടിൽ അഭിമാനത്തോടെ കയറി ചെല്ലാൻ അമ്മയ്ക്ക് കഴിയില്ലെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ ബുദ്ധിമുട്ട് മാറിയോ? എൻ്റെ മകൻ്റെ സന്തോഷ എനിക്ക് വലുത്. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിനക്ക് ഇവളെ ഇപ്പോഴും ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്താൻ ഞാൻ മറ്റൊന്നും നോക്കുന്നില്ല. നിനക്ക് ഇവളെ വിശ്വാസമാണല്ലോ, അത് മതി. മനു രാജേശ്വരിയുടെ മുഖത്തു നോക്കി ചിരിച്ചു. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. സോറി അമ്മ, ഞങ്ങളെ തമ്മിൽ അകറ്റിയത് അമ്മയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഗൗരിയും അമ്മയ്ക്ക് സമ്മതമല്ലെങ്കിലോ എന്ന് കരുതി മാത്രാ തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് വരാതെ മഹാദേവനോടൊപ്പം പോകാൻ തീരുമാനിച്ചത്. അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ ഞാൻ ഗൗരിയെ വീണ്ടും വിവാഹം കഴിക്കാൻ തയ്യാറാ. ഗൗരി ദേവൻ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന ഭാവത്തിൽ അവനെ നോക്കി. അവനും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. രാജേശ്വരി അവിടുന്ന് അകത്തേക്ക് കയറിപ്പോയി. കൂടി നിന്നവരിൽ എല്ലാം അമ്പരപ്പുണ്ടായിരുന്നു. എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്ന ചോദ്യവും. മനു സന്തോഷത്തോടെ ഗൗരിയെ നോക്കി ചിരിച്ചു. അല്പസമയത്തിന് ശേഷം രാജേശ്വരി അകത്തുനിന്ന് വന്നു പറഞ്ഞു. ഒരിക്കൽ നീ ഇവളെ താലി കെട്ടിയതാ. അതുകൊണ്ട് ഇനി മുഹൂർത്തവും നല്ല ദിവസവും ഒന്നും നോക്കണ്ട. ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇന്ന് തന്നെ ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അഴിച്ചുമാറ്റി ഇത് കെട്ടിക്കോ. നമ്മളുടെ പൂജാമുറിയിൽ ദേവിക്ക് ചാർത്തിയിരുന്ന താലിയാ. ഇവളെന്നും ദീർഘസുമംഗലിയായിരിക്കും. ഗൗരി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ വീർപ്പ് മുട്ടി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. കണ്ടോ, ഇവൾക്ക് വലിയ സന്തോഷമായി. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചിരുന്ന നിങ്ങളുടെ വിവാഹം നടക്കുമെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം സഹിക്കവയ്യാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് കണ്ടില്ലേ, രാജേശ്വരി പറഞ്ഞു. കരയാതെ ഗൗരി, ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ? മഹാദേവൻ തന്നോട് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നലെ താൻ അമ്മയോട് പറഞ്ഞ വാക്കുകളാ അമ്മയെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്.
അമ്മയുടെ അനുവാദത്തോടെ ഒരിക്കലും ഞങ്ങളുടെ വിവാഹം നടക്കില്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. താൻ കാരണ ഇപ്പം അത് നടക്കാൻ പോകുന്നത്. ഇതാ മോനെ താലി, കെട്ട്. മനു അത് സന്തോഷത്തോടെ വാങ്ങി അച്ഛനെ നോക്കി. അച്ഛൻ തലയാട്ടി സമ്മതിച്ചു. അച്ഛാ, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് മാഷിൻ്റെ കാലിൽ തൊട്ടു. പിന്നീട് രാജേശ്വരിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. ആ താലിച്ചരട് ഗൗരിക്ക് നേരെ നീട്ടി പുഞ്ചിരിയോടെ മനു അവളെ നോക്കി. ഗൗരി സങ്കടത്തോടെ തല താഴ്ത്തി നിന്നു. ദേവേട്ടാ, പറ്റില്ലെന്ന് പറയൂ. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയൂ. ഗൗരി മനസ്സിൽ ചിന്തിച്ചു. അതേസമയം ദേവന് മനസ്സിൽ ചിന്തിച്ചു. ഗൗരി, നിനക്ക് എൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് പറയ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഗൗരി. ദേവന്റെയും ഗൗരിയുടെയും മുഖത്ത് കാണുന്ന സങ്കടവും അസ്വസ്ഥതയും കണ്ട് രാജേശ്വരിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. മനു താലി കെട്ടാനായി കൈ നീട്ടിയതും ദേവൻ അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണർന്നു. ഗൗരി ഒരു ആശ്വാസത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കൂടി നിന്നവരിൽ ചിലരുടെ കയ്യടികളുടെ ബഹളം കേട്ട് നോക്കുമ്പോൾ മനു ഗൗരിയുടെ അടുത്ത് നിന്നിരുന്നൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നതാണ് അവർ കണ്ടത്. അത്ഭുതത്തോടെ ഗൗരി മനുവിനെ നോക്കി. മനു, രാജേശ്വരി അലറി വിളിച്ചു. അമ്മയ്ക്ക് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണ്ടേ? അതോ ഗൗരി കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് കാണാനാണോ ആഗ്രഹം? എടാ, നീ എന്താടാ ഈ ചെയ്തത്? ഏതാടാ ഈ പെണ്ണ്? അമ്മ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഞാൻ സന്തോഷത്തോടെ ജീവിക്കാനാണോ ഗൗരിയുമായി എൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചത്? അവളെ കൂടുതൽ കഷ്ടപ്പെടുത്താനല്ലേ? ഇന്നലെ മഹാദേവൻ അമ്പലത്തിൽ വച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമ്മയ്ക്ക് അയാളോട് പക തോന്നി. ഗൗരി അയാളിൽ നിന്ന് പിരിച്ച് അയാളെ സങ്കടപ്പെടുത്തണമെന്ന് തോന്നി. അതിനല്ലേ അമ്മ ഇങ്ങനെ തീരുമാനിച്ചത്? ഒരു ദിവസം വൈകിയ മഹാദേവൻ ഗൗരിയെ കൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചല്ലേ ഇപ്പം തന്നെ അതിന് തയ്യാറായത്? അമ്മയ്ക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് അവളെ ഇത്രയും ദ്രോഹിക്കുമായിരുന്നില്ല. ഇവന്മാരെ വെച്ച് അവളുടെ പേരിൽ കള്ളക്കേസ് കൊടുപ്പിക്കില്ലായിരുന്നു. ഈ വക്കീലിനെ വെച്ച് അവളെ ജയിലിലേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു എന്ന് രാജേശ്വരിയെ നോക്കി പറഞ്ഞ ശേഷം അവിടെ കൂടി നിന്നവരെ നോക്കി പറഞ്ഞു. ഇതെല്ലാം ചെയ്തത് ഇവരാ. ഞാൻ ഗൗരിയെ വിവാഹം കഴിക്കുന്നതറിഞ്ഞ് ഇവളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ഇവരുടെ സ്വർണവും പണവും ഇവളറിയാതെ സതീഷിനെ കൊണ്ട് ഇവളുടെ ബാഗിൽ വയ്പ്പിച്ചത് ഇവരാ. ഇവന്മാർക്ക് കാശ് കൊടുത്ത് ഇവരാ ഇവളുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തത്. ഇപ്പം മഹാദേവൻ കേസ് റീഓപ്പൺ ചെയ്യാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ റിക്വസ്റ്റ് ചെയ്തിട്ടാ മഹാദേവൻ അത് വേണ്ടെന്ന് വെച്ചത്. ഇല്ലെങ്കിൽ ഇവർ ജയിലിൽ പോയി കിടക്കുമായിരുന്നു. എന്നിട്ട് ഇവർക്ക് മതിയായിട്ടില്ല. ഇപ്പോഴും ഗൗരിയെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് മാത്രാ ഇവരുടെ ചിന്ത. കൂടി നിന്നവരെല്ലാം രാജേശ്വരിയെ നോക്കി പരിഹസിക്കുകയും കഷ്ടം വയ്ക്കുകയും ചെയ്യുന്നത് കണ്ട് രാജേശ്വരി അപമാനം കൊണ്ട് തല താഴ്ത്തി നിന്നു. മനു താലി കെട്ടിയ പെണ്ണിനെ അവൻ അരികിലേക്ക് ചേർത്ത് നിർത്തി. ഇത് നിത്യ. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയുമായിരിക്കും. ടീച്ചറാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് രാജേശ്വരിയെ നോക്കി പറഞ്ഞു. അമ്മയ്ക്ക് ഗൗരിയുടെ വീട്ടിൽ അഭിമാനത്തോടെ കയറി ചെല്ലാൻ പറ്റില്ലെന്നായിരുന്നില്ലേ പരാതി? അമ്മ വിഷമിക്കണ്ട. അതിൻ്റെ ആവശ്യമില്ല. നിത്യ അനാഥയാ. വളർന്നത് ഓർഫനേജിലാ. രാജേശ്വരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മനു ഗൗരിയെയും ദേവനെയും നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു. പേടിച്ചല്ലേ? നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹവും കരുതലും ഞാൻ തിരിച്ചറിഞ്ഞതാ. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെയായിരുന്നാലും ഗൗരി സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ദേവനും ഗൗരിയും മനുവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടെ നിന്നു. അതിനിടയിൽ സഹപ്രവർത്തകരെല്ലാം അവർക്കരികിലേക്ക് ഒത്തുകൂടി. മനു സാറേ, ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ലല്ലോ. പ്രണയമൊന്നുമല്ല. ഇനി ഞാൻ ഗൗരിയെ കാത്തിരിക്കുന്നില്ലെന്ന് എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ. ഗൗരിയെ വിശ്വസിപ്പിക്കാൻ. മനുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഗൗരി സങ്കടത്തോടെ കണ്ടു നിന്നു. എല്ലാ കാര്യവും നിത്യയ്ക്കറിയാം. നിത്യയുടെ അച്ഛൻ്റെ സമ്മതത്തോടെയാണ് ഞാനിത് ചെയ്തത്.